നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താൻ എന്ത് മണ്ടത്തരമായി കാണിച്ചേ? ഈ കുട്ടിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നല്ലേ പറഞ്ഞത്? അസുഖം പുറമേ മാറിയിട്ടുണ്ടാവും, പക്ഷേ ഉള്ളിൽ നിന്നും പൂർണ്ണമായി അസുഖം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തനിക്കറിയാമോ? ഡോക്ടർ, അതിപ്പോ 1 മാസത്തിലേറെയായി. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയും കൊണ്ടാണോ താൻ ക്ഷേത്രത്തിൽ 101 തവണ പ്രദക്ഷിണം വെക്കുന്നത്? ഡോക്ടർ, റിസൾട്ട്. എന്താ ഡോക്ടർ പ്രശ്നം? ശരിക്കും ഇവൾക്ക് എന്താ പറ്റിയത്? ആവശ്യമില്ലാത്തെല്ലാം കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ പ്രശ്നം എന്താന്ന് എന്നോട് ചോദിക്കുന്നു. ഡോക്ടർ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കുട്ടിയാണോ തീരുമാനിക്കുന്നേ? തന്റെ ബോഡി വളരെ വീക്കായിരുന്നു. ആ തന്നെയും കൊണ്ടാ 101 തവണ വലം വയ്ക്കാൻ പോയത്. താൻ എന്റെ കൂടെ വാ. ഡോക്ടർ, ഞാൻ വീട്ടിലേക്ക് വിളിച്ചൊന്ന് വിവരം പറഞ്ഞോട്ടെ? വീട്ടിലേക്കൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയിച്ചാ മതി. താനിപ്പോ എന്റെ കൂടെ വാ. ചേച്ചി ഇത് എവിടെയായിരുന്നു? അല്ലെങ്കിലും ഒരു നല്ല കാര്യം നടക്കുമ്പോ ചേച്ചി ഇവിടെ കാണത്തില്ല. എന്തെങ്കിലും ഉടായ്പ പരിപാടിയായിട്ട് ചുറ്റാൻ ഇറങ്ങിക്കോളും. നമ്മുടെ തറവാട്ടിലേക്കാണെന്നും കള്ളം പറഞ്ഞ് ചേച്ചി എങ്ങോട്ടാ പോയത്? അവിടെ ഇപ്പൊ ആരും താമസിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അല്ല, അവിടെ ഇപ്പൊ നമ്മുടെ ഏതമ്മാവനും അമ്മായിയാ ഉള്ളത്? സത്യത്തിൽ ചേച്ചി ഇന്നലെ എവിടെയായിരുന്നു? അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നേ? അനക്ക് വേഗം വാ, അവിടെ ചടങ്ങ് തുടങ്ങാറായി. നിന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അവന്റെ അടുത്ത് കൃത്യസമയത്ത് എത്തി. നീ വാ. അവിടെ 6ന്റെ 16 അടിയന്തരത്തിന്റെ ചടങ്ങ് അവിടെ നടക്കാൻ പോകുന്നേ. സോറി, അത് ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ടതല്ല. ചേച്ചി നേരിട്ട് വന്ന് കണ്ടു നോക്കിയാ മതി. പക്ഷേ അതെന്തായാലും 16 അടിയന്തരത്തിന്റെ ചടങ്ങൊന്നും അല്ല, വേറൊരു ചടങ്ങാ. ഇതിനേക്കാൾ സന്തോഷമുള്ളൊരു ചടങ്ങ് ചേച്ചിക്ക് ഇനി ജന്മത്ത് കാണാൻ പറ്റില്ല. വാ. മോൾ ഇപ്പോഴാണോ വരുന്നത്? വേഗം വാ, ചടങ്ങ് തുടങ്ങണ്ടേ? ചടങ്ങോ? എന്ത് ചടങ്ങ്? അപ്പൊ മോൾ ഇതുവരെ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല. മോളെ, സ്നേഹ പ്രഗ്നന്റ്. അതിന്റെ മധുരം കൊടുക്കൽ ചടങ്ങാ ഇവിടെ നടക്കാൻ പോകുന്നത്. മോള് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.